നമസ്കാരം. ആഗി സ്കൂൾ ഓഫ് യോഗയുടെ സൗജന്യ യോഗ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 6ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളൊരു മെഡിറ്റേഷനാണ് ഇവിടെ പരിശീലിക്കുന്നത്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുള്ളത് വനാന്തരങ്ങളിലിരിക്കുന്ന യോഗിമാരുടെയോ അല്ലെങ്കിൽ ആൽമര ചുവട്ടിലിരിക്കുന്ന ഋഷീശ്വരൻ്റെയോ ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തിച്ച് നിർത്തുക. അതായത് മനസ്സും ശരീരവും ഒരേ പോയിന്റിൽ നിർത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതും ഒരു ധ്യാനമായിട്ട് പരിഗണിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ജോലിയുടെ ഏറ്റവും പീക്ക് ലെവലിലേക്ക്, ഏറ്റവും ഉയർന്ന തലത്തിൽ, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക ആ ഒരു തലത്തിലെത്തുമ്പോഴാണ്. അപ്പോൾ അതുപോലെ കുറേ അധികം സമയം നമുക്ക് മനസ്സിനെയും ശരീരത്തെയും ഒരു പ്രത്യേക പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മളോട് പരിശീലിക്കുവാൻ പോകുന്നത്. അപ്പോൾ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് യോഗ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പതഞ്ജലി മഹർഷിയുടെ പാതഞ്ജല യോഗസൂത്രത്തിലും സാത്മാരാമൻ്റെ ഹഠയോഗ പ്രദീപികയിലും ഗോരക്ഷാനാഥിൻ്റെ ഗോരക്ഷ സംഹിതയിലും തിരുമൂലരുടെ തിരുമന്ദിരത്തിലുമൊക്കെ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വളരെയധികം പുകഴ്ത്തി പറയുന്നു. ഇന്ന് ലോകമെമ്പാടും ധ്യാനത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ധ്യാനത്തെ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഏറ്റവും വലിയ സൈനിക ശക്തിയുമായ അമേരിക്കയിൽ പോലും സൈന്യങ്ങളുടെ ഇടയിൽ പോലും മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. കാരണം മെഡിറ്റേഷൻ കൊണ്ട് അവിടെ അവർ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായാൽ അത് മാനസിക സമ്മർദ്ദം ഉളവാക്കുന്ന കാര്യമായിട്ട് ജീവിതാവസാനം വരെ അല്ലെങ്കിൽ മുതിർന്നു കഴിയുമ്പോഴുമൊക്കെ അവരുടെ മനസ്സിലേക്ക് വന്ന് കടന്നു കയറുവാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും മാനസിക മുറിവുകൾ, സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രായമെത്തുമ്പോഴും നമുക്കതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ മാറുവാറുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ പോലും സൈനികരുടെ ഇടയിലൊക്കെ അമേരിക്ക പോലും ഉപയോഗിക്കുന്നത് മെഡിറ്റേഷനെയാണ് എന്ന് അറിയുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ സമയം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കാം. കാരണം മനസ്സിൽ ദിനം പ്രതി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. മനോവ്യാപാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പദ്ധതികളിൽ കൂടി നമ്മളൊരു ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തിയോട് സഹവസിച്ചാൽ അല്ലെങ്കിൽ ആ വ്യക്തിയോട് കുറേ അധികം സംസാരിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ മാലിന്യങ്ങൾ കയറും. നമ്മൾ കാണുന്ന ചാനലുകളോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന മോശകരമായ വാർത്തകളോ ഒക്കെ പോലും നമ്മുടെ മനസ്സിനെ മലിനമാക്കാറുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങൾ ദിനം പ്രതി വരുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ദിനം പ്രതി ശുദ്ധമാക്കുന്നത്, ശൗചം ചെയ്യുന്നത് പോലെ തന്നെ മനസ്സിനെയും നമ്മൾ ദിനം പ്രതി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജികളെ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഉപകരണം അല്ലെങ്കിൽ ഒരു സാധന പദ്ധതിയാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ദിനം പ്രതി രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് കൂടുതൽ ശാന്തി ലഭിക്കുകയും മനസ്സ് ശുദ്ധമാകുകയും അതുപോലെ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നമുക്ക് ലഭിക്കും. മനസ്സിൽ മാലിന്യം കയറുമ്പോൾ അതൊക്കെ പിന്നീട് ശരീരത്തിൽ രോഗമായിട്ടൊക്കെ മാറുവാൻ സാധ്യതയുണ്ട്. അവിടുന്ന് രക്ഷ നേടാനും നമുക്ക് ഈ ധ്യാനത്തെ ഉപയോഗിക്കാൻ കഴിയും. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പം ഡിപ്രഷൻ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ട്രെസ് അനുഭവിക്കുക. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഉത്തമമായിട്ടൊരു പരിഹാരമായിട്ട് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് കിടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് ഉറങ്ങിയൊക്കെ പോവുകയാണെങ്കിലും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കിടന്നുകൊണ്ടും ചെയ്യാം. കിടക്കുന്നവർ നമ്മൾ സാധാരണ യോഗ ചെയ്യുന്നത് പോലെ പായ വിരിച്ച് അല്ലെങ്കിൽ മാറ്റ് വിരിച്ച് കട്ടിയുള്ളൊരു ഷീറ്റ് വിരിച്ചുകൊണ്ട് അതിൽ നല്ല ശവാസനത്തിൽ കൈകളും കാലുകളും ഒക്കെ അകറ്റി വെച്ച് നല്ല സ്വസ്ഥമായി കിടന്നുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചാരി ഇരിക്കുവാൻ സൗകര്യമുള്ള ഒരു കസേര ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ കാല് നിലത്ത് മുട്ടാത്ത രീതിയിൽ കാലിൻ്റെ അടിയിൽ തടിക്കഷ്ണമോ അല്ലെങ്കിൽ കട്ടിയുള്ള മാറ്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാലിൻ്റെ അടിയിൽ വെച്ച് ഭൂമിയുമായിട്ട് സമ്പർക്കമില്ലാത്ത രീതിയിൽ വെച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റൂളിൽ ഒന്നും ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കസേര തന്നെ, ചാരി ഇരിക്കാനുള്ള കസേര തന്നെ വേണം ഇതിന് ഉപയോഗിക്കുവാൻ എന്നുള്ളത് കൂടി പറഞ്ഞുകൊള്ളുന്നു. ആ തരത്തിലേക്കുള്ള ഒന്ന് തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷൻ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം.
അപ്പോൾ ഈ അടുത്ത ശനിയാഴ്ച കൊണ്ട് നമ്മുടെ ഈ കോഴ്സ് അവസാനിക്കും. 12 ദിവസമാണ്, ഇന്ന് 6ാം ദിവസമാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച വീണ്ടും നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഈ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്കുകൾ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. അത് ഈ അടുത്ത തിങ്കളാഴ്ചയല്ല, അതിന് ശേഷമുള്ള നമ്മുടെ 12ാമത് ക്ലാസ് വരുന്ന ശനിയാഴ്ചയ്ക്ക് ശേഷമുള്ള തിങ്കളാഴ്ചകളിലാണ് പുതിയ ബാച്ചുകൾ തുടങ്ങുക. അങ്ങനെ 2 ആഴ്ച വീതമാണ് നമ്മുടെ ക്ലാസ്. ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് അവധിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറെടുത്ത് ഇരിക്കുക. ഇരിക്കുന്നവർക്ക് ഇരിക്കാം, കിടക്കുന്നവർക്ക് നീണ്ടു നിവർന്ന് ശവാസനത്തിൽ കിടക്കാം. കാലുകളകറ്റി, കൈകളകറ്റി, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ബലപ്രയോഗമില്ലാതെ കിടക്കുക. ഇരിക്കുന്നവർ നട്ടല് നിവർത്തി ചാരാതെ തന്നെ, ചാരുള്ള കസേര വേണമെന്ന് പറഞ്ഞെങ്കിലും ചാരാതെ നിവർന്ന് നട്ടല് നിവർത്തി തോളുകളൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നല്ല നിവർന്നിരിക്കുക. കൈകളിങ്ങനെ തുടകളിൽ വെച്ചുകൊണ്ടിരിക്കാം. കിടക്കുന്നവർക്ക് അയഞ്ഞ് തളർന്ന് കിടക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ദീർഘമായി ശ്വാസമെടുക്കുക. ദീർഘമായി ശ്വാസം പുറത്തുവിടാം. കണ്ണുകൾ അടച്ച് ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരിക. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീരം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാം വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം. ദീർഘമായി ശ്വാസം പുറത്തുവിടുക. തലയിലേക്ക് അല്ലെങ്കിൽ ശിരസിലേക്ക് ശ്രദ്ധിക്കുക. ശിരസ് വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിരസിലിപ്പോൾ ഒരു കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നെറ്റിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നെറ്റി വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നെറ്റിയിൽ കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങി. ക്രമേണ കണ്ണുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കണ്ണുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകളിൽ ഇപ്പോൾ കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ക്രമേണ നാസികയിലേക്ക് അല്ലെങ്കിൽ മൂക്കിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. മൂക്ക് വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂക്കിന് നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ ചുണ്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ചുണ്ടുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചുണ്ടുകളിൽ ഇപ്പോൾ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ താടിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. താടി വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.
താടിയിലിപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ കഴുത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കഴുത്ത് വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴുത്തിലിപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ തോളുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. തോളുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തോളുകളിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ കൈമുട്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈമുട്ടുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൈമുട്ടുകളിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ക്രമേണ കൈത്തണ്ടയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈത്തണ്ട വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൈത്തണ്ടയിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങി. ക്രമേണ കൈയുടെ ജോയിന്റുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൈയുടെ ജോയിന്റുകളിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ കൈപ്പത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈപ്പത്തി വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൈപ്പത്തിയിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങി. ക്രമേണ കൈപ്പത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈപ്പത്തി വിശ്രമിക്കുന്നു. ക്രമേണ കൈവെള്ളയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കൈവെള്ള വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൈവെള്ളയിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നെഞ്ചിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നെഞ്ച് വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നെഞ്ചിലിപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നെഞ്ചിലെ ആന്തരിക അവയവങ്ങൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നെഞ്ചിൻ്റെ ഉള്ളിലും കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങി. ക്രമേണ വയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വയറ് വിശ്രമിക്കുന്നു,
വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. വയറിന് നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ നിങ്ങളുടെ ശ്രദ്ധ വയറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. വയറിലെ ആന്തരിക അവയവങ്ങൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. വയറിലെ ആന്തരിക അവയവങ്ങൾക്ക് നല്ല കുളിർമ അനുഭവപ്പെടുന്നു. ക്രമേണ അരക്കെട്ടിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അരക്കെട്ട് വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അരക്കെട്ടിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ ജനനേന്ദ്രിയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ജനനേന്ദ്രിയങ്ങൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ജനനേന്ദ്രിയങ്ങളിൽ കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങി. ക്രമേണ തുടകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. തുടകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. തുടകളിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ കാൽമുട്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാൽമുട്ടുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ക്രമേണ കണങ്കാലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കണങ്കാലുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കണങ്കാലുകളിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ കാലിൻ്റെ ജോയിൻറ്റുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാലിൻ്റെ ജോയിൻറ്റുകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കാലിൻ്റെ ജോയിൻറ്റിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെട്ടു തുടങ്ങി. ക്രമേണ കാൽപ്പത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാൽപ്പത്തികൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കാൽപ്പത്തിയിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ക്രമേണ കാൽവെള്ളയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാൽവെള്ളകൾ വിശ്രമിക്കുന്നു, വിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. കാൽവെള്ളയിൽ ഇപ്പോൾ നല്ല കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ശരീരം ഇപ്പോൾ പൂർണ്ണമായും അയഞ്ഞു തളർന്ന് വിശ്രമിക്കുന്നു. ശരീരമാസകലം കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ആ കുളിർമയെ ഒന്ന് അനുഭവിച്ചറിയുക.
സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു. ഓം ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം, ദീർഘമായി ശ്വാസം പുറത്തുവിടുക. ഇവിടെ നിന്നും നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് യാത്ര പോവുകയാണ്. കിടക്കുന്നവർക്ക് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാവുന്നതാണ്. ഇരിക്കുന്നവർ കസേരയിൽ പിന്നിലേക്ക് ചാരി സ്വസ്ഥമായി ഇരിക്കാവുന്നതാണ്. മനസ്സുകൊണ്ട് നമ്മളിപ്പോൾ മുകളിലേക്ക് ഉയർന്ന് പറന്നു പൊങ്ങുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ നിന്നും, നിങ്ങളുടെ മുറിയിൽ നിന്നും നിങ്ങളിപ്പോൾ പറന്ന് പറന്ന് മുകളിലേക്ക് ഉയരുകയാണ്. നിങ്ങളിപ്പോൾ ഭവനത്തിന് മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞു. താഴേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽക്കൂരകൾ കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ തെരുവുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. നഗരവും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമവും താണ്ടി നിങ്ങൾ വീണ്ടും മുകളിലേക്ക് പറന്നു ഉയരുകയാണ്. നിങ്ങളുടെ നഗരത്തെ, പട്ടണത്തെ പിന്നിലാക്കിക്കൊണ്ട് നിങ്ങൾ വീണ്ടും ദൂരേക്ക് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പട്ടണത്തെയും ഗ്രാമത്തെയും പിന്നിലാക്കി ഇപ്പോൾ നിങ്ങൾ ഒരു വനത്തിന് മുകളിലൂടെ പറക്കുകയാണ്. വനത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ താഴേക്ക് നോക്കിയാൽ ഓടിയകലുന്ന കാടുകളും നിങ്ങൾക്കൊപ്പം പറക്കുന്ന ദേശാടന പക്ഷികളെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കിളികളുടെ ചുണ്ടിലായി കിളിക്കുഞ്ഞുങ്ങൾക്ക് നൽകുവാനുള്ള ധാന്യമണികൾ കൊത്തിയെടുത്ത് കൂടണയുവാനായി പറക്കുന്ന പ്രകൃതിയുടെ ഐശ്വര്യമായ പക്ഷികളാണ് നിങ്ങളോടൊപ്പം ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ മലയുടെ മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പുഴയുടെ അരികിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അരികിൽ നിന്നുകൊണ്ട് ദാഹമകറ്റുന്ന മാൻകൂട്ടങ്ങളെയും പീലി വിരിച്ചാടുന്ന മയിൽക്കൂട്ടങ്ങളെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൂരെ ഒരു മരപ്പൊത്തിലായി തള്ളക്കിളിയുടെ ചിറകിനടിയിൽ ചേർന്ന് കിടക്കുന്ന കിളിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന ആ പക്ഷികൾ വളരെയധികം സന്തോഷത്തിലാണ് പറന്നുയരുന്നത്. എത്ര സന്തോഷത്തോടെയും എത്ര ഒത്തൊരുമയോടും കൂട്ടായ്മയോടും കൂടിയാണ് അവർ ഓരോ ദിവസവും ജീവിച്ചു തീർക്കുന്നത്. അവരുടെ ഒത്തൊരുമ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുവാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും തുടങ്ങി. ഇപ്പോൾ ആ വലിയ മലയുടെ മുകളിലേക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറന്നിറങ്ങുകയാണ്. മുന്നിലേക്ക് നോക്കുമ്പോൾ അഗാധമായ കുഴി കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും തികച്ചും പ്രകൃതി രമണീയമായൊരു സ്ഥലം. എങ്ങും മരങ്ങളുടെ പച്ചപ്പും കിളികളുടെ കളകളാരവും നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നു.
ആ കുന്നിൻ മുകളിൽ നിന്നും ഒരു സുന്ദരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ മലയുടെ മുകളിൽ നിന്നും നിങ്ങൾ ദൂരേക്ക് നോക്കുമ്പോൾ അകലെ ചക്രവാളത്തിൽ ചുവന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്രകൃതിയുടെ തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ തണുപ്പിനെ ഒന്ന് അനുഭവിച്ചറിയൂ. നിങ്ങൾക്കൊപ്പം പറന്നു വന്ന ആ പക്ഷിക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ആ ദേശാടന കിളികൾ അകലെ ചക്രവാളത്തിന് അപ്പുറത്തേക്ക് പറന്നു പോകുന്നത് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ ആ ചക്രവാളമാണ്. ആ ചക്രവാളത്തിനൊപ്പമാണ് നിങ്ങൾ. മലയുടെ മുകളിൽ നിന്ന് നിങ്ങൾ പറന്ന് ഇറങ്ങി അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പശുവിൻ കൂട്ടങ്ങൾ പുല്ലിനായി മേഞ്ഞു നടക്കുന്നു. നിങ്ങൾ ചക്രവാളത്തിലേക്ക് പറന്നുയരുമ്പോൾ ചുറ്റും മേഘങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുൻപേ പറന്നുപോയ ആ ദേശാടന കിളികൾ നിങ്ങളുടെ തൊട്ടു മുൻപിലായി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പക്ഷികൾക്ക് പിന്നിലാണ് ഇപ്പോൾ നിങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയെയോ സുഹൃത്തിനെയോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയെയോ മനസ്സിൽ സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ മേഘപാളി കാണുവാൻ കഴിയുന്നുണ്ട്. ആ മേഘപാളി കീറിമുറിച്ചു പോകവേ നിങ്ങളുടെ മുന്നിൽ ചക്രവാളം അടുത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചുവന്ന സൂര്യനെ കാണുവാൻ കഴിയും. അത് സാധാരണ സൂര്യനെ കാണും പോലെയല്ല. സാധാരണ നമ്മൾ കാണുന്ന സൂര്യൻ്റെ 100 ഇരട്ടി വലുപ്പത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൂര്യനെ അടുത്ത് കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ചക്രവാളവും നിറയെ മയിൽപീലി കൂട്ടങ്ങളെയും കാണുവാൻ കഴിയുന്നുണ്ട്. പീലി വിരിച്ചാടുന്ന മയിൽക്കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണാം. മുന്നിൽ വന്ന ആ ദേശാടന പക്ഷികൾ അങ്ങിങ്ങുള്ള മരങ്ങളിലേക്ക് പറന്നു ചെല്ലുകയാണ്. നിങ്ങൾ ആ ലോകത്തിലേക്ക് ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ എങ്ങും പച്ചപ്പും വെള്ളച്ചാട്ടവും ചിത്രശലഭങ്ങളും മൃഗങ്ങളും പക്ഷികളും ഉള്ള സുന്ദരമായ ഒരു ലോകമാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കള്ളമില്ല, ചതിയില്ല, വഞ്ചനയില്ല. ഇവിടെയുള്ള എല്ലാ പക്ഷിമൃഗാദികളും ഒരു കൂട്ടായ്മയോടെയാണ് ഇവിടെ വസിക്കുന്നത്. എല്ലാവർക്കും പരസ്പരം സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹത്തോടെയും സഹകരണത്തോടെയുമുള്ള അവരുടെ ഓരോ ദിവസവും അവർ ജീവിച്ചു തീർക്കുകയാണ്. ഒരു വലിയ ഗോളമായി നിൽക്കുന്ന സൂര്യനെ നോക്കി നിങ്ങൾ ആർദ്രമായി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിപ്പോഴും സൂര്യന് മുന്നിൽ തന്നെയാണ്. അതിൽ നിന്നും ഒരു പ്രകാശകിരണം നിങ്ങളിലേക്ക് ഇപ്പോൾ പ്രവഹിക്കുന്നുണ്ട്. ആ പ്രകാശകിരണം നിങ്ങളുടെ ശരീരത്തിലേക്ക് പതിച്ച് നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ്. നിങ്ങളെ മുഴുവനായി നിങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്ടശക്തികളെ പുറന്തള്ളി ദൈവികമായ ഊർജം നിങ്ങളിലേക്ക് നിറയ്ക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ ഓർക്കാം. ആ ആഗ്രഹം ഇപ്പോൾ സഫലമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച്, നിങ്ങളിലെ ദൈവിക ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നം ഇപ്പോൾ നിങ്ങൾ സാക്ഷാത്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു.
നിങ്ങളിപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ നിങ്ങളുടെ സ്വപ്നത്തെ, സാഫല്യത്തെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സമീപത്ത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ വിജയത്തിനായി ഏറ്റവും അധികം കാത്തിരുന്ന നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ്. അവർ നിങ്ങളെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും സംസാരിക്കുവാൻ കഴിയാതെ അഭിമാനത്തിൻ്റെ കൊടുമുടി കയറിയ മനസ്സുമായി എല്ലാവർക്കും നിങ്ങൾ മനസ്സുകൊണ്ട് നന്ദി അർപ്പിക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി. പ്രപഞ്ചശക്തി നിങ്ങളെ ഇപ്പോൾ കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രപഞ്ചശക്തിയിലെ ആ പ്രകാശരശ്മി നിങ്ങളിലേക്ക് പതിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഉറച്ചു പോയിരിക്കുകയാണ്. ഈ പോസിറ്റീവായ ഊർജം അല്ലെങ്കിൽ ഈ ദൈവീക ഊർജം എന്നിൽ എന്നും സൂക്ഷിക്കുവാനായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ആർക്കും ഉപദ്രവമില്ലാത്ത എല്ലാ വിജയങ്ങളും ഞാൻ നേടിയെടുക്കും. ഞാൻ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും എന്ന് ഞാനിപ്പോൾ മനസ്സുകൊണ്ട് ശപഥം ചെയ്യുകയാണ്. നൊടിയിടയിൽ ആ സൂര്യഗോളം നിങ്ങളുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. നിങ്ങൾ കൺ തുറന്നപ്പോൾ ഇപ്പോൾ ആ സൂര്യൻ അവിടെയില്ല. പ്രപഞ്ചശക്തി ഇപ്പോൾ നിങ്ങളെ വീണ്ടും താഴേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ താഴ്ന്ന് നിങ്ങളുടെ വീടിന് മുകളിലേക്ക് എത്തി. വീണ്ടും നിങ്ങളുടെ മുറിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ താഴ്ന്ന് പഴയ ഇടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു. ഇപ്പോൾ നിങ്ങൾ ധ്യാനം തുടങ്ങിയപ്പോൾ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളിലിപ്പോൾ പക്ഷേ ദൈവികമായ ഊർജമുണ്ട്. ആ ഊർജം ഉപയോഗിച്ച് നിങ്ങൾക്ക് പോസിറ്റീവായ ചിന്തകളും ഉയർന്ന ചിന്താഗതികളും സമൂഹ നന്മയ്ക്കായിട്ടുള്ള പ്രവൃത്തികളും ചെയ്യുവാനുള്ള തുടക്കം കുറിക്കുകയാണ്. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം, ദീർഘമായി ശ്വാസം പുറത്തുവിടുക. സർവചരാചരങ്ങൾക്കും ശാന്തി പ്രാർത്ഥിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കിടക്കുന്നവർക്ക് ശരീരം വലതുഭാഗത്തേക്ക് ചെരിച്ച് ഇടം കൈ കുത്തി നെഞ്ചിന് മുൻപിൽ കുത്തി സാവധാനം ഉണർന്നെണീറ്റ് സ്വസ്ഥമായ ആസനത്തിലേക്ക് ഇരിക്കാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഇരിക്കുന്നവർ മുന്നിലേക്ക് നിവർന്ന് നട്ടല് നിവർത്തിയിരിക്കുക. കണ്ണുകൾ അടച്ചു തന്നെ ഇരിക്കട്ടെ. കൈവെള്ളകൾ അതിനുശേഷം നന്നായിട്ട് കൂട്ടിത്തിരുമുക. കൈവെള്ളയിലെ ഊഷ്മാവ് നെറ്റിയിൽ നിന്ന് താഴേക്ക് തലോടുക. റിലാക്സ് എന്ന് സ്ലോലി പറഞ്ഞുകൊണ്ട് കൈകൾ രണ്ടും മുന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സാവധാനം കണ്ണുകൾ മെല്ലെ ചിമ്മി തുറക്കുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിന്നിലേക്ക് കെട്ടി ഇടത് കൈക്കുള്ളിൽ വലത് കൈത്തണ്ട ചേർത്ത് മുന്നിലേക്ക് അമർന്ന് പ്രപഞ്ചശക്തിയെ വണങ്ങാം. തല ഉയർത്തി ശരീരം ഉയർത്തി നിവർന്നു വരാം.
കയ്യിലെ കെട്ടുകളഴിച്ച് ശരീരം സ്വസ്ഥമാക്കി കണ്ണുകൾ തുറന്ന് പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞ് അവസാനിപ്പിക്കാം. താങ്ക് യു. നമസ്കാരം.